ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. മൈസെൽഫ് ഷമീം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ കാറ്റഗറിക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് PYQs ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 2 ഇംഗ്ലീഷിൻ്റെ PYQ ആണ്. 2025 വന്നതാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാംഗ്വേജ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ കാലിബ് കറ്റഗ്നോ? ഇപ്പോൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് മോഡൽ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, സൈലൻറ്റ് വേ, ദ ഡിറക്റ്റ് മെത്തേഡ്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ചോദ്യമല്ല, എന്തിൽ നിന്നുള്ള ചോദ്യമാണ്? പെഡഗോജി എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ദ സൈലൻറ്റ് വേ ആണ്. എന്താണ്? ദ സൈലൻറ്റ് വേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദ സൈലൻറ്റ് വേ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ആര് ഡെവലപ്പ് ചെയ്താണ്? ഇത് കാലിബ് കറ്റഗ്നോ ഡെവലപ്പ് ചെയ്താണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദ സൈലൻറ്റ് വേ എന്ന് വെച്ചാൽ എന്താ? പേരിൽ തന്നെയല്ലേ. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ അധ്യാപകൻ പരമാവധി സൈലൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് കുട്ടികളെ സ്വയം സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മെത്തേഡാണിത്, ദ സൈലൻറ്റ് വേ. ആദ്യത്തെ ഉത്തരമാണിത്, ദ സൈലൻറ്റ് വേ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ആക്റ്റീവ് സ്കിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ സ്റ്റോറി ടെല്ലിംഗ്? സ്റ്റോറി ടെല്ലിങ്ങിലൂടെ എന്ത് ആക്റ്റീവ് സ്കില്ലാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ്? ലിസണിങ് ആണോ, സ്പീക്കിംഗ് ആണോ, റീഡിംഗ് ആണോ, റൈറ്റിംഗ് ആണോ? എന്താണ്? ഉറപ്പായിട്ട് എന്താണ്? സ്പീക്കിംഗ് അല്ലേ, ഈസി അല്ലേ. എന്തുകൊണ്ടാണ് സ്പീക്കിംഗ് വരുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ സ്പീക്കിംഗ് കാരണം എന്താണ് ഉണ്ടാകുന്നത്? നമ്മളെ സംസാരശേഷി വർദ്ധിപ്പിക്കും. അപ്പോൾ എന്ത് സ്കില്ലാണ് ഉണ്ടാവുന്നത്? സ്പീക്കിംഗ് സ്കില്ലാണ് നമ്മൾ നിരന്തരം കഥകൾ പറയുന്നതിലൂടെ ഉണ്ടാവുന്നത്. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ഗ്രാമർ പാർട്ട് എന്നുള്ള ചോദ്യമാണ്. എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്. വുഡ് യു മൈൻഡ് ഡാഷ് സാൾട്ട് പ്ലീസ്? എന്താണ്? പാസ് ആണോ, പാസിംഗ് ആണോ, ടു പാസ് ആണോ, പാസസ് ആണോ? അപ്പോൾ നമ്മളിതിലൊരു ട്രിക്ക് പറഞ്ഞു തരാം. എന്താണ്? വുഡ് യു മൈൻഡ് എന്ന് കണ്ടാൽ എന്താണ്? ഉറപ്പായിട്ട് ഉറപ്പിക്കാവുന്ന കാര്യമാണെന്ത്? +ING ആണ് വരിക. എന്താണ്? +ING. അവസാനം ജറണ്ട് വരിക എന്താണ്? +ING ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഈസി ആയിട്ട് പാസിംഗ് ആണ്. വുഡ് യു മൈൻഡ് വന്നാൽ ഉറപ്പായിട്ടും എന്താണ്? ക്രിയയുടെ ING ഫോമാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അത് ഈസി അല്ലേ. അപ്പോൾ ആ റൂള് പഠിച്ചു വെച്ചാൽ നമുക്ക് കുറേ തരത്തിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് ആണ് എ ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ബിഹേവിയർ. എന്താണ്? കുറച്ച് പഠന വൈകല്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓട്ടിസം ഉണ്ട്, ഡിസ്ലെക്സിയ ഉണ്ട്, അനക്സോറിയ, ഡിപ്രഷൻ. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓട്ടിസമാണ്. ഓട്ടിസം എന്ന് വെച്ചാൽ എന്താണ് എന്നത് നമ്മൾ ആശയവിനിമയത്തെയും സാമൂഹിക ഇടപെടലിനെയും ബാധിക്കുന്നതാണെന്ത്? ഓട്ടിസം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എ ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ബിഹേവിയർ. നമ്മളെ കമ്മ്യൂണിക്കേഷനെ, നമ്മളെ എല്ലാം മൊത്തത്തിനെ ബാധിക്കുന്ന ഒരു ഡിസോർഡറാണെന്ത്? ഓട്ടിസം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സജഷൻ ആയിട്ടുള്ളത് ഇതിലുള്ളത് ഏതാണ്? വൈ ഡോണ്ട് വി ഗോ ടു എ പാർക്ക് ദിസ് ഈവനിങ്? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ലാംഗ്വേജ്? മീറ്റ് മീ അറ്റ് 7 o'clock, 5 o'clock. ഹൗ ഡു ഐ ഗെറ്റ് ടു ദി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ? അപ്പോൾ ഇതിൽ എന്താണ്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? വൈ ഡോണ്ട് വി. അത് വരുന്ന ഓപ്ഷനാണ്. എന്തുകൊണ്ടാണ്? വൈ ഡോണ്ട് വി എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ പലപ്പോഴും എന്താണ്? ഒരു നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഒരു സജഷനെ സൂചിപ്പിക്കുന്നതായിരിക്കും. വൈ ഡോണ്ട് വി, നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നുള്ള ഒരു മീനിങ് വരുന്നത് കൊണ്ട് എന്താണ്? അതാണ് സജഷൻ. എന്നാലോ ഓരോ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുക. കുഡ് യു പ്ലീസ്, അയാളോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. കുഡ് യു എന്ന് വെച്ചാൽ ഹെൽപ്പാണ് ചോദിക്കുന്നത്. പിന്നെ ഓപ്ഷൻ സി നോക്കിയാൽ മീറ്റ് മീ അറ്റ് 5 o'clock, എന്നെ നിർബന്ധമായിട്ടും 5 മണിക്ക് കാണ്, അതല്ലല്ലോ. അല്ലെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു ദി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, എനിക്ക് എങ്ങനെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും? അപ്പോൾ അതിലെന്താണ്? ഒരു സജഷനായിട്ട് മറ്റേ വ്യക്തിയോട് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? വൈ ഡോണ്ട് വി വരുന്നതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? 138. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ വേർഡ്? അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രക്ചറൽ വേർഡ് നോക്കാം. എന്താണ് ഒരു സ്ട്രക്ചറൽ വേർഡ്? സ്ട്രക്ചറൽ വേർഡ് എന്ന് വെച്ചാൽ എന്താണ്?
അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ കണക്റ്റിംഗ് വേർഡ്സ്. എന്താണ്? ഫോർ കണക്റ്റിംഗ് വേർഡ്സ്, അതായത് വേർഡ്സിന് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്ട്രക്ചറൽ വേർഡ്സ്. ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്, പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത്? പ്രോനൗൺസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കാം. ഇതിൽ പ്രിപ്പോസിഷനായിട്ട് വരുന്ന ഏതാണ്? ഫ്രം ആണോ, മെത്തേഡ് ആണോ, മേക്ക് ആണോ, ഐഡിയ ആണ്? ഈസി അല്ലേ? എന്താണ്? ഫ്രം ആണ്. ഫ്രം എന്താണ്? ഒരു കണക്റ്റിംഗ് വേർഡാണ്, അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ, ഒരു കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷനാണ് എന്ത്? ഫ്രം. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? 138 ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. സെയിം ആയിട്ട് ഒരു പ്രിപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് വരുന്നത്. എന്താ? വി ആർ ഹെഡിങ് ഡാഷ് ദ ബീച്ച്. എന്താണ്? ബൈ ആണോ, ഓൺ ആണോ, ഓഫ് ആണോ, ടു ആണ്? എന്താണ്? ഇവിടെ ടു ആണ് വരുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ് എന്ത്? ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ടു ആണ്. സോ നെക്സ്റ്റ് നോക്കാം. ELT റെഫേഴ്സ് ടു. ELT എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എവരിഡേ ലാംഗ്വേജ് ട്രെയിനിങ്, എൻ്റർടൈൻമെൻറ്റ് ലാംഗ്വേജ് ട്രെയിനിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, എക്സ്ട്രാ ലാംഗ്വേജ് ട്യൂട്ടറിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്തിക്കെത്തിക്കൂടെ. എന്താണ്? ELT എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിനെ റെഫർ ചെയ്യുന്നതാണ് എന്ത്? ELT. ഇപ്പം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചോദ്യം എന്താണ്? പിക്ക് ദ പെയർ വിച്ച് ഡസ് നോട്ട് മാച്ച് ആവാത്ത പെയറിനെ കണ്ടെത്താനാണ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ബൈലിംഗ്വൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ബൈ CJ ഡോട്ട്സൺ. ഇതെന്താണ്? കറക്റ്റാണ്. ഇദ്ദേഹമാണ് ഈ ഓപ്ഷൻ, ഈ കാര്യം കൊണ്ടുവന്നത്. നെക്സ്റ്റ് നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ് ബൈ ചാൾസ്. സോ ഇതും കറക്റ്റാണ്. നെക്സ്റ്റ് നോക്കാം. ഹൈറാർക്കി ഓഫ് നീഡ്സ് എബ്രഹാം മാസ്ലോ. അതും കറക്റ്റാണ്. സോ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഡി. എന്താണ്? സ്ട്രക്ചറൽ അപ്രോച്ച് ബൈ ഡെൽഹൈംസ്. ഇതാണ് എന്ത്? തെറ്റായിട്ടുള്ളത്. ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണെന്ത്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ആണെന്ത്? ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള തിയറി കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണ് ഇയാൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓപ്ഷൻ ശരിയായിട്ടുള്ള ജോഡിയല്ല. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ സൈലൻറ്റ് ലെറ്റർ? ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇതിൽ ഏതിലാണ് സൈലൻറ്റ് ലെറ്റർ കാണാത്തത്? അപ്പോൾ ഓരോ ഓപ്ഷൻസ് നമുക്ക് എടുത്ത് നോക്കാം. ആദ്യത്തെ എന്താണ്? നോബ്. എന്താണ് ഇതിൽ സൈലൻ്റ് ആയിട്ടുള്ളത്? ഇതിൽ എന്നുള്ള കെ സൗണ്ട് എന്താണ്? സൈലൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. ടോക്കിൽ ഏതാണ് സൈലൻ്റ് ആയിട്ടുള്ളത്? ടോക്കിൽ സൈലൻ്റ് ആയിട്ടുള്ളത് ഇതിൽ സൗണ്ട് എന്താണ്? ഇതിൽ സൈലൻ്റ് ആയിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് നോക്കാം. കോളം. ഇതിലെന്താണ്? എൻ സൗണ്ട്, എന്നുള്ള സൗണ്ട് എന്താണ്? അവസാന കോളംന് നമ്മൾ വായിക്കില്ല, കോളം എന്നല്ല പറയും, സൗണ്ടേ വരുന്നുള്ളൂ. സൗണ്ട് സൈലൻ്റ് ആണ്. അപ്പോൾ അതിൽ എല്ലാ സൈലൻ്റ് ലെറ്ററും ഇല്ലാത്തത് എന്താണ്? ബ്രഷാണ്. ബ്രഷ് എന്നുള്ളതിൽ നമ്മൾ ബ്രഷ് എന്ന് പറയുമ്പോൾ എല്ലാ ലെറ്റേഴ്സും അതിൽ ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? 143 ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ. ഇതിലൊരു സിമ്പിളായിട്ടുള്ള റൂളുണ്ട്. ലെറ്റ്സ് ഗോൻ്റെ കൂടെ നമ്മൾ എന്താണ്? ഓൾവേസ് വി യു. എന്താണ്? ലെറ്റ്സ് ഗോ എപ്പോൾ വന്നാലും നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഷാൽ വി ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷാൽ വി വരുന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ്. സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ചോദ്യത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടില്ലേ, മുമ്പ് ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മുമ്പ് ചോദിച്ചിട്ടുള്ള സെയിം ചോദ്യത്തിൻ്റെ ഒരു ആവർത്തനമാണ് ഇത് വരുന്നത്. എന്തുകൊണ്ടാണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്. വുഡ് യു മൈൻഡിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ജറണ്ട് കഴിഞ്ഞാൽ എന്താ ING ഫോമാണ് യൂസ് ചെയ്യാന്ന്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ING ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പാസിംഗ് ആണ്. നേരത്തെ ചോദ്യത്തിൻ്റെ സെയിം റിപ്പീറ്റേഷൻ ആണ്. സോ നെക്സ്റ്റ് നോക്കാം. എന്താണ്? 145. യു ആർ റീഡിങ് ആൻ ഇമെയിൽ ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഇത് ശ്രദ്ധിക്കണം. എന്താണ്? ഒരു പ്രത്യേക വിവരത്തെ മാത്രം കണ്ടെത്താനാണ്. അതിന് യൂസ് ചെയ്യുന്നത് എന്താണ്? സ്കാനിങ് ആണോ, എക്സ്റ്റൻസീവ് റീഡിംഗ് ആണോ, സ്കിമ്മിങ് ആണോ, ഇൻറ്റൻസീവ് റീഡിംഗ് ആണോ? അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തെ കണ്ടെത്താൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്കാനിങ് ആണ് യൂസ് ചെയ്യുക. സ്കിമ്മിങ് ആണെങ്കിൽ, സ്കിമ്മിങ് എന്ന് വെച്ചാൽ ഒരാശയത്തെ മൊത്തത്തിൽ മനസ്സിലാകാൻ ഡീറ്റെയിൽഡായി വായിക്കുന്നതിന് എന്താണ്? സ്കിമ്മിങ് പറയും. ഒരു പ്രത്യേക സംഭവം മാത്രം കണ്ടെത്താൻ സ്കാനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക.
സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. 146 എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദ മാനേജർ ഡിസൈഡഡ് ടു കോൾ. ഇവിടെ എന്താണ്? ദ മാനേജർ ഡിസൈഡഡ് ടു കോൾ ഓഫ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ ഓപ്ഷൻസ് കൊടുക്കാൻ വിട്ടുപോയി. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? കോൾ ഓഫ് ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. 147 ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്യൂട്ടബിളി. ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ഡൽഹി 10 years. അതായത് ഒരു കാലയളവ് മുതൽ അടുത്ത കാലയളവ് വരെ ഒരു പ്രത്യേക ഡ്യൂറേഷന്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂറേഷനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഒരു പ്രത്യേക 2014 മുതൽ 24 വരെ പറയുമ്പോൾ ഒരു പ്രത്യേക കാലയളവിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുക എന്താണ്? ഫോർ ആണ്. സിൻസ് ആണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. സിൻസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈം പീരീഡ് മുതൽ അത് നിലനിൽക്കുന്നു എന്ന് പറയാനാണ്. ഇതിൽ അങ്ങനെയല്ല ഉള്ളത്. എന്താണ്? ഒരു സമയം മുതൽ ഒരു സമയം വരെ എന്നുള്ള സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്ത ഏതാണ്? നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻഡിവിജ്വൽ ത്രൂ ഇൻട്രാക്ഷൻ. ശരിയാണ്. പിന്നെന്താണ്? ബിഹേവിയർ ക്യാൻ ബി മോഡിഫൈഡ് ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ്. ഇതെന്താണ്? ഉറപ്പായിട്ട് തെറ്റാണ്. എന്തുകൊണ്ട്? ഇത് ബിഹേവിയറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ബിഹേവിയറിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ബിഹേവിയറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ എന്താണ്? സോഷ്യൽ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.